ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ, വളരെ പ്രധാനപ്പെട്ട എല്ലാ വർഷവും കേൾക്കുന്ന ഒരു പരാതിയാണ്, അത് പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. കൂടുതൽ ബാച്ചുകൾ വേണമെന്നുള്ളത് മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ ബാച്ചുകൾ പുതുതായി അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. പരിഹരിക്കപ്പെടും എന്ന അവസാന ഘട്ടം വരെയും കുറേയധികം വിദ്യാർത്ഥികൾ പെരുവഴിയിലാകുന്ന സ്ഥിതിയാണ്. ഇത്തവണത്തെ സ്ഥിതി എന്താണ്? നികേഷ്, ഓരോ വർഷവും സർക്കാർ ആവർത്തിക്കുന്ന കാര്യം ആദ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ സാക്ഷിയായത് ആദ്യം 3 ഘട്ട അലോട്ട്മെൻറ്റുകളും പിന്നീട് 2 തവണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും പിന്നീട് അധിക ബാച്ചുകളും സീറ്റുകളും ഒക്കെ അനുവദിച്ചതിന് ശേഷവും വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പ്രതിസന്ധിയിലായി തുടർ പഠനത്തിലുള്ള അവസരം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം മലപ്പുറത്ത് നമ്മൾ സാക്ഷിയായിരുന്നു. സമാന സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ പോകുന്നത്. ഇത്തവണ സംസ്ഥാനത്ത് ആകെയുള്ള അപേക്ഷകൾ എന്ന് പറയുന്നത് 4,65,960 അപേക്ഷകളാണ്. അതിൽ 2.5 ലക്ഷത്തോളം ആളുകൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 2,46,057 അപേക്ഷകളും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 6 ജില്ലകളിൽ നിന്നാണ്. പക്ഷേ ഈ 6 ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 1,90,160 സീറ്റുകൾ മാത്രമാണ്. സ്വാഭാവികമായും 54,000-ഓളം വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് മലബാറിലെ ചിത്രം. ഇനി മലപ്പുറം ജില്ലയിൽ സാഹചര്യം, അഥവാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി വിജയിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ഇത്തവണ ഇവിടെ അപേക്ഷകളായി എത്തിയിരിക്കുന്നത് 82,434 വിദ്യാർത്ഥികളാണ് ഇത്തവണ +1 മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ 82,000 വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത്, അഥവാ ഇത്തവണ സർക്കാർ നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന 30% സർക്കാർ സ്കൂളുകളിലും 20% എയ്ഡഡ് സ്കൂളുകളിലുമുള്ള സീറ്റ് വർധന ഉൾപ്പെടുത്തിയാൽ പോലും സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 52,600 സീറ്റുകളാണ്. പിന്നെ അതിന് പുറമെ സർക്കാരിൻ്റെ സൗജന്യ പഠനം ലഭിക്കാത്ത, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് നൽകി പഠിക്കേണ്ട എയ്ഡഡ് സീറ്റുകളായി സർക്കാർ മലപ്പുറത്ത് കണക്കൂട്ടിയിരിക്കുന്നത് 11,300 സീറ്റുകളാണ്. ഇനി അതുകൂടാതെ +1 ബദലായി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ITI പോളിടെക്നിക് കോഴ്സുകൾ കൂടി മലപ്പുറത്തുണ്ട്. ഈ ITI പോളിടെക്നിക് VHS കോഴ്സുകൾ ഉൾപ്പെടെ ഇത് 3 പാടെ കൂടിയാൽ പോലും മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് 4,800 സീറ്റുകളാണ്. അങ്ങനെ അൺഎയ്ഡഡിൻ്റെ 11,300-ഉം സർക്കാർ എയ്ഡഡ് മേഖലയിൽ 52,600-ഉം അതുപോലെ VHS ITI പോളിടെക്നിക്കുകളുടെ കോഴ്സുകളുടെ 4,800-ഉം ഉൾപ്പെടെ കൂട്ടിയാൽ പോലും, അഥവാ ഒരു വിദ്യാർത്ഥിക്കുള്ള എല്ലാ സാധ്യതകളും പരിഗണിച്ചാൽ പോലും ഈ 82,000-ഓളം വരുന്ന വിദ്യാർത്ഥികളിൽ 14,134 വിദ്യാർത്ഥികൾക്ക് സർക്കാർ കണക്ക് പ്രകാരം തന്നെ നിലവിൽ സീറ്റ് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നതാണ്. ഇവിടെയാണ് സർക്കാർ ഇപ്പോഴും സീറ്റ് വർധനവിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് ശരിക്കും വിഡ്ഢിത്തമായി പോകുന്നു, ഇല്ലെങ്കിൽ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. സർക്കാർ തന്നെ വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയമാണെങ്കിലും സർക്കാർ വിദ്യാഭ്യാസ നയമാണെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ 50 വിദ്യാർത്ഥികൾ അനുപാതത്തിലാണ് ഒരു ക്ലാസ്സിൽ, ഒരു അധ്യാപകന് 50 വിദ്യാർത്ഥികൾ എന്ന തരത്തിലാണ് ഒരു ക്ലാസ് റൂമിൽ വേണ്ടത്. പക്ഷേ നിലവിൽ 65 വിദ്യാർത്ഥികളാണ് നിലവിൽ തന്നെ ഇപ്പോൾ ഈ സീറ്റ് വർധനവിലൂടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും എത്ര വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സീറ്റ് എണ്ണം വർധനവല്ല, മറിച്ച് ബാച്ചുകൾ അനുവദിക്കുക, അധികമായി ബാച്ചുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിക്കുള്ള പരിഹാരം. പക്ഷേ 14,000-ഓളം ഒക്കെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ സർക്കാർ അനുവദിക്കേണ്ട ബാച്ചുകളുടെ എണ്ണവും വലിയ അളവാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ പരിഹരിക്കാത്തത് കൊണ്ട് ഓരോ വർഷവും അതിൻ്റെ ഭീകരത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണയും സംസ്ഥാനത്ത് 6,000-ലധികം വിദ്യാർത്ഥികളുടെ അപേക്ഷകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ 5,000-ഓളം വരുന്ന അപേക്ഷകളുടെ എണ്ണം വർധനവുണ്ടായിരിക്കുന്നത് മലബാറിലാണ്. അതിൽ 1,500-ഓളം എണ്ണം വർധനവുണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും മലബാറിലെ സീറ്റ് പ്രതിസന്ധി ഇത്തവണ രൂക്ഷമായി തന്നെ തുടരും. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥിക്ക് പോലും ആദ്യ 2 ഘട്ട അലോട്ട്മെൻറ്റ് 3 ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ണീരോടുകൂടെ വാർക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സമാന സാഹചര്യത്തിലേക്കാണ് ഇത്തവണയും കാര്യങ്ങൾ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു സീറ്റ് പ്രതിസന്ധിയും ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മലപ്പുറത്ത് ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഭാഗികമായെങ്കിലും സമ്മതിക്കാൻ തയ്യാറായി. പക്ഷേ അത് ചെറിയ ചില്ലറ വ്യത്യാസങ്ങളല്ല. 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തന്നെ, അവരുടെ ഭാവിയെ തന്നെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. മാനേജ്മെൻറ്റ് സീറ്റുകളടക്കം 30,000-ഉം 50,000-നും സീറ്റ് വിൽപ്പന നടത്തുന്നതടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് പോലും 30,000-നും 50,000-നും പണം നൽകിക്കൊണ്ട് ആ സീറ്റുകൾ വാങ്ങേണ്ട ഗതികേടിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തുന്നു. ആ സീറ്റുകളടക്കം ഇപ്പോൾ തന്നെ ഫുൾ ബുക്കിംഗ് ആയിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറത്തെ സാഹചര്യം. അത്രത്തോളം മലബാറിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആശങ്കയിലാണ്. ഈ പഠന നിലവാരത്തെക്കുറിച്ച് അധ്യാപകരും ആശങ്കയിലാണ്. കണ്ണിൽ പൊടിയിടൽ കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാലങ്ങളായി തുടരുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്.
അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അഷ്കർ, ദയവായി തുടരുക.